നമസ്കാരം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ഒന്നാം ഘട്ട പ്രതിഷേധങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ പുതിയ പ്രക്ഷോഭ പരിപാടികളുമായി വീണ്ടും തെരുവിലിറങ്ങാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പ്രഖ്യാപിച്ചു. അടുത്ത ഘട്ട സമരം എപ്പോൾ തുടങ്ങുമെന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് ദീപ്കെയുടെ പുതിയ പ്രഖ്യാപനം. ഡൽഹിയിലെ നരൈനയിൽ CJP പ്രവർത്തകരുടെ യോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി ഒരു ബാങ്കറ്റ് ഹാളും നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ യോഗം നടക്കേണ്ട ദിവസത്തിന് തൊട്ടു മുൻപ് ഹാള് ഉടമകൾ ബുക്കിംഗ് റദ്ദാക്കിയതായി ദീപ്കെ ആരോപിച്ചു. പാർട്ടിയുടെ പരിപാടിക്ക് വേദി അനുവദിക്കരുതെന്ന രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ദീപ്കെയുടെ ആരോപണം. പ്രവർത്തകർ യോഗത്തിനായി വേദിയിലെത്തിയപ്പോഴാണ് പ്രവേശനം അനുവദിക്കില്ലെന്ന വിവരം ലഭിച്ചതെന്നും ദീപ്കെ പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടെന്നും അതുകൊണ്ടാണ് യോഗം നടത്താൻ കഴിയാത്തതെന്നും സംഘാടകരെ അറിയിച്ചതായും ദീപ്കെ ആരോപിച്ചു. നരൈനയിലെ മറ്റു ചില വേദികളെയും സമീപിച്ചെങ്കിലും സമാനമായ കാരണങ്ങളാണ് അവിടെയും പറഞ്ഞത് എന്നാണ് CJP നേതാക്കളുടെ വാദം. ഒടുവിൽ യോഗത്തിനായി ഉറപ്പിച്ചിരുന്ന വേദിയുടെ ഉടമകൾക്ക് പരിപാടി നടക്കേണ്ട ദിവസം രാവിലെ തന്നെ ഭീഷണി സന്ദേശം ലഭിച്ചതായും ദീപ്കെ ആരോപിച്ചു. CJPയുടെ പരിപാടിക്ക് ഹാൾ അനുവദിച്ചാൽ ഹാൾ ഉടമകൾക്കെതിരെ ഗുരുതരമായ നടപടി ഉണ്ടാകുമെന്ന രീതിയിലാണ് ഭീഷണി ഉണ്ടായത് എന്നാണ് ദീപ്കെ പറയുന്നത്. ഇതോടെ പരിപാടി മറ്റൊരു വേദിയിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ BJP ആണെന്നാണ് അഭിജിത്ത് ദീപ്കെ നേരിട്ട് ആരോപിക്കുന്നത്. ഭരണകക്ഷിയുടെ സമ്മർദ്ദവും ഇടപെടലുമാണ് തങ്ങളുടെ യോഗം തടസ്സപ്പെടാൻ കാരണമെന്നാണ് ദീപ്കെയുടെ വാദം. എന്നാൽ ഈ ആരോപണങ്ങളോട് BJP ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളെ തടയാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമായാൽ പ്രതിഷേധവും കൂടുതൽ ശക്തമാകുമെന്നാണ് ദീപ്കെയുടെ നിലപാട്. രാജ്യത്തെ യുവാക്കളുടെ സംഘടിത ശക്തിയെ BJP ഭയപ്പെടുന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങളെന്നും ഭീഷണികളും സമ്മർദ്ദങ്ങളും കൊണ്ട് പ്രവർത്തകരെ പിന്നോട്ടടിപ്പിക്കാൻ കഴിയില്ലെന്നും ദീപ്കെ വ്യക്തമാക്കി. ജന്തർ മന്ദർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും ഇതിനിടെയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തവണ പ്രതിഷേധം ഒരു സ്ഥലത്തു മാത്രം കേന്ദ്രീകരിക്കാതെ കൂടുതൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. യുവാക്കളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായി രാജ്യവ്യാപകമായി ലിസണിംഗ് ടൂർ ആരംഭിക്കുകയാണെന്ന് CJP ചീഫ് സ്പോക്സ് പേഴ്സൺ സൗരവ് ദാസ് അറിയിച്ചു. വിവിധ പ്രദേശങ്ങളിലെ യുവാക്കളെയും പൊതുജനങ്ങളെയും നേരിട്ട് കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് സൗരവ് ദാസ് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കായിരിക്കും പുതിയ ഘട്ടത്തിൽ പ്രധാനമായും ശ്രദ്ധ നൽകുകയെന്നും സൗരവ് ദാസ് വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനം മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടാനാണ് പാർട്ടിയുടെ തീരുമാനം. പരീക്ഷാ ക്രമക്കേടുകൾ, അഴിമതി, വിദ്യാഭ്യാസ മേഖലയിലെ അനീതികൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരിക്കും പുതിയ പ്രചാരണ പരിപാടികൾ. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമെതിരെ രാജ്യത്തുടനീളം യുവാക്കളെ സംഘടിപ്പിക്കുമെന്നും CJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ ഇതാണ് യഥാർത്ഥ ജന്തർ മന്ദർ സീസൺ 2. നേരത്തെ നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ച മാത്രമല്ല, കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തി രാജ്യവ്യാപകമായി യുവാക്കളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും പുതിയ ഘട്ടം എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ യോഗത്തിന് വേദി നൽകാത്ത സംഭവവും അതിനുശേഷമുള്ള പാർട്ടി പ്രഖ്യാപനവും ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം നടത്തുന്നതിന് വേദി നിഷേധിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. CJP ഉന്നയിച്ച ആരോപണങ്ങളിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം തങ്ങളുടെ സമരപരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CJP വ്യക്തമാക്കുന്നത്. ഒരു വേദി അടച്ചാൽ മറ്റൊരു വേദി കണ്ടെത്തുമെന്നും ഒരു പ്രതിഷേധം തടഞ്ഞാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി തിരിച്ചെത്തുമെന്നുമാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. രാജ്യത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും അവ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുകയാണ് പുതിയ പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, പരീക്ഷാ ക്രമക്കേട്, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ യുവാക്കളുടെ പിന്തുണ സമാഹരിക്കാനാണ് ശ്രമം.
അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിലെ ഒരു യോഗത്തിന് വേദി നിഷേധിക്കപ്പെട്ടെന്ന ആരോപണത്തിൽ നിന്ന് തുടങ്ങിയ പുതിയ രാഷ്ട്രീയ പോരാട്ടം ഇനി എവിടേക്കാണ് എത്തുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ജന്തർ മന്തർ സീസൺ 2 ഉടൻ ആരംഭിക്കുമെന്ന് അഭിജിത്ത് ദീപ്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ എത്രത്തോളം വലിയ പ്രക്ഷോഭമായി മാറും എന്നതാണ് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമാകുന്നത്.